കൃപകൾക്കായിട്ട് ദൈവം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർക്കുന്നുള്ളതായ നന്ദി അറിയിക്കുന്നു. പനിയുടെ പ്രയാസം വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞ് ചൊവ്വാഴ്ച തൊട്ട് ഫ്രൈഡേയും സാറ്റർഡേയും ഒക്കെ വളരെ പ്രയാസം നിറഞ്ഞ സിറ്റുവേഷൻസ് ആയിരുന്നു. ഇതിൽ അല്പം സൗഖ്യം കത്ത വന്നാൽ പെർഫെക്റ്റ്ലി ഹീൽഡ് അല്ല. എങ്കിലും ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ സഭായോഗം ഇന്ന് രാവിലെ മിസ് ചെയ്തു. എന്നാൽ ഇന്നിന്റെ സഭായോഗം ഇതാണ്. വൈകിട്ട് ഒരുമിച്ച് നിങ്ങളോട് ദൈവത്തെ ആരാധനയുടെ ആയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ചില മാസങ്ങൾ ഞാൻ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ വേൾഡിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആദ്യം UK ഒരു 6 ആഴ്ചകൾ ഉണ്ടായിരുന്നു, ഏപ്രിലും മെയിലും ഒക്കെ ആയിട്ട്. അതിനുശേഷം എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവര് പിന്നെയും ആ മീറ്റിങ്ങുകൾ തീരാതെ വന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം കൂടെ UK പോകേണ്ടി വന്നു. എൻ്റെ 2 സ്റ്റുഡൻസ് സ്കോട്ട്ലൻഡിലുണ്ടായിരുന്നു. ഞാൻ സെമിനാരി പഠിപ്പിച്ചതാണ് അവരെ. അവർ രണ്ടുപേരും സ്കോട്ട്ലൻഡിൽ എന്നെ വിളിച്ചു. അവിടെ പോകേണ്ടത് ഒരു സാഹചര്യം കർത്താവ് ഒരുക്കി. PhD ഞാൻ MG യൂണിവേഴ്സിറ്റി ചെയ്ത കാലത്ത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് പോകണമെന്ന്. എന്നാൽ ആ സമയങ്ങളിൽ കോവിഡ് ഒക്കെ ആയിരുന്നുകൊണ്ട് ആ സമയത്തൊന്നും അങ്ങനെ പോകാനൊരു സാവകാശം ഉണ്ടായില്ല. എന്നാൽ അതിനുശേഷം ഞാൻ ഒരു 10 അധികം യൂണിവേഴ്സിറ്റികൾ വിസിറ്റ് ചെയ്യാനിടയായി. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു പോയി വായിച്ചതിലേക്ക് അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാണുന്നു. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ മീറ്റിങ്ങുകളെല്ലാം സെറ്റ് ആയിരുന്നു, മോസ്റ്റ്ലി എല്ലാം തന്നെ. അതുകൊണ്ട് വിളിച്ച് മീറ്റിംഗ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു, അങ്ങനത്തെ ഒരു പോളിസി ഇല്ലായിരുന്നു. എന്നാൽ നമുക്ക് ലഭിക്കപ്പെട്ട മീറ്റിങ്ങിൽ പോവുകയും തിരിച്ചു പോരുകയും ചെയ്തു. വളരെ നമ്മുടെ ഫ്രണ്ട്സും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് അവർ മീറ്റിങ്ങുകൾ ഒരുക്കിയത്. ഞാൻ ആദ്യമായിട്ട് വെസ്റ്റേൺ പാർട്ടിൽ വേൾഡിൽ പോവുകയും കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ ഒരു സാവകാശമൊക്കെ കർത്താവ് തന്നു. എല്ലാത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ പനി ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നു. ബാംഗ്ലൂർ ഒരു 3 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ വീട്ടിലെത്തിയത്. പോകുന്ന യാത്രയിൽ എങ്ങും തന്നെ ഞാൻ അതിശയോക്തി പറയല്ല, ഒരു ചെറിയ പ്രയാസം പോലും ഉണ്ടാകാതെ ഒരു വീടുകളിൽ, ഒത്തിരി വീടുകളിൽ, അതൊന്നും 25 മേളിൽ റൂമുകളിൽ പല വീടുകളിൽ താമസിച്ചു. എങ്ങും തന്നെ അവർക്കൊന്നും പ്രയാസമാകത്തക്ക രീതിയിൽ യാതൊരു ഫിസിക്കലായ പ്രോബ്ലംസും ഉണ്ടാകാതെ കർത്താവ് സൂക്ഷിച്ചു. ഈ പ്രോബ്ലം എല്ലാം ഉണ്ടായ നാട്ടിൽ വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷമാണ്. അത് ദൈവത്തിന്റെ ഒരു പ്രോവിഡൻസ് ആയിട്ട് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭാഗങ്ങളെ കർത്താവ് സൂക്ഷിച്ചു. പോയിട്ട് തോന്നുന്നു ഞാൻ എന്റെ സാക്ഷികൾ അങ്ങനെ പറഞ്ഞില്ല. ബാംഗ്ലൂർ വെച്ച് കർത്താവ് വിളിച്ചതും മണകാലയിൽ പോയതുമായ സാക്ഷികൾ മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയാണ് ചെയ്തത്. കുറച്ചുകൂടെ ക്ലാസ്സുകളായിരുന്നു കുറച്ചുകൂടെ വെൽക്കം ചെയ്യപ്പെട്ടത്. ഭയങ്കര ദൈവവചനം കേൾക്കാനും അത് പഠിക്കാനും ആഗ്രഹമുള്ള വലിയൊരു സമൂഹം വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ വേൾഡിലുണ്ട്. ബൈബിൾ ടീച്ചിങ് വലിയ നീഡാണെന്നൊക്കെ എനിക്ക് ഈ യാത്രയിലൂടെ മനസ്സിലാകാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധാരാളം കമ്മ്യൂണിറ്റീസ് അവിടെയുണ്ട്. ദൈവം അവരെയൊക്കെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഒത്തിരി ആളുകളും ഗൾഫിലേക്ക് ആദ്യം വരികയും അവിടുന്ന് പിന്നീട് വെസ്റ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടവരൊക്കെയാണ്. അതൊക്കെ അവരുടെ ജീവിതത്തിൽ ദൈവം അവരുടെ നടത്തിപ്പുകളായിട്ട് ഞാൻ കാണുന്നു. എന്നാൽ അവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസിൽ ഒരു വലിയ ഉണർവുണ്ടാകണം. ദൈവത്തിന്റെ വചനം വീണ്ടും ആ ചർച്ചകളിലൊക്കെ പ്രസംഗിക്കപ്പെടണം. അടഞ്ഞ ചർച്ചകളൊക്കെ തുറക്കപ്പെടണം. ജോൺ വെസ്ലിയെ പോലെയൊക്കെയുള്ള അനേക ദൈവദാസന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കണം. അതിനൊക്കെ ഒരുപക്ഷെ ഈ ഏഷ്യൻ സമൂഹങ്ങളെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ പിന്നിലുള്ള റീസൺ അതായിരിക്കാം. ഒരുപാട് വീടുകളിലും ചർച്ചുകളിലും എല്ലാം ഒരുപാട് പ്രാർത്ഥനകളും ആരാധനകളും ഉയരുമ്പോൾ ദൈവം അതിന് മധ്യത്തിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. പോയി കാണാനും തിരിച്ചു വരുവാനും ഒക്കെ ഇടയായി. എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് ലോട്ട് ഓഫ് പാർക്സ്, ഒരുപാട് പാർക്കുകളാണ് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത്. മനോഹരമായ മരങ്ങളും പുൽത്തകിടികളും ഒക്കെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയ, നിങ്ങൾക്ക് ഒരു പക്ഷേ ദോഹയിൽ നിന്ന് പോകുന്നവർക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല, കാരണം അവിടെ ട്രാഫിക്കും റോഡ്സ് എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് വളരെ വ്യക്തമാവും. കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്. അത്ര ഒരു ക്രിസ്ത്യൻ വാല്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒത്തിരി അത് ഡിവേറ്റ് ചെയ്ത് പോയി. ദൈവം അവർക്ക് ഒരു മടങ്ങി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ രാത്രിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ചെയ്യുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സന്തോഷ് ഫാസ്റ്റർ, അതുപോലെ തന്നെ കഥാനദാസൻ, തന്റെ കുടുംബം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം മിക്കവാറുടെയൊക്കെ പേരുകൾ അറിയാവുന്നവരുടെയൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. മിക്കവാറും അതുകൊണ്ട് എല്ലാവരെയും ഫേസ് പരിചയമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർക്കുന്നുള്ള നന്ദി അറിയിക്കുന്നു. മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവളെ ബ്രില്യൻസിൽ ഒരു വർഷം കൂടെ അത് എന്റെ എൻട്രൻസ് കോച്ചിങ്ങിന്റെ പരിശ്രമത്തിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. മോൻ 10ാം ക്ലാസ്സിലാണ്. അവനും നല്ലൊരു ജയം കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം.
എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വലിയ പ്രാർത്ഥനയ്ക്കായിട്ട് നന്ദി പറയുന്നു. ശാരീരികമായ ക്ലേശങ്ങളുടെ നടുവിലായിരിക്കുന്നുണ്ട്. അധികം ഒച്ചയൊന്നും എടുക്കുന്നില്ല ഇന്ന് രാത്രിയിൽ. 50 മിനിറ്റ് അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ വർഷിപ്പ് സർവീസിലും ഒക്കെ ചർച്ചിന്റെ സാഹചര്യങ്ങളാണല്ലോ. നോക്കി, ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാസേജ് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നതായ ഒരു പാസേജാണ്. ലൂക്ക് ചാപ്റ്റർ 7 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുന്ന അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ കഴുകി, ചുംബിച്ചു തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്നുള്ളിൽ പറഞ്ഞു. ശിമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ടെന്ന് യേശു പറഞ്ഞു. അതിന് ഗുരു, പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലാകിയാൽ അവർ ഇരുവർക്ക് ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ശിമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട്, ഈ സ്ത്രീയെ നീ കാണുന്നുവോ? അവൾ, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീര് കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബന തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നപ്പോൾ മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമളതൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിരിക്കുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോഹിച്ചിടുവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നത് പറഞ്ഞു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനം കൊടുക്കുന്ന ഇവനാരെന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്ക് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗീയമായ അദൃശ്യമായ തേജസ്സിന്റെ കരമുണ്ട് വചനത്തെ വിഭജിക്കണമേ. മൺകുടികളായ സാധുക്കളായ ഞങ്ങൾ അനുഗ്രഹിക്കും. എല്ലാ മഹത്വം കർത്താവിന്, യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ. നമുക്ക് വളരെ പരിചിതമായ ഒരു ടെക്സ്റ്റാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. നോക്കിയ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം വളരെ സംഭവ ബഹുലമായ ഒരു ചാപ്റ്ററാണ്. ഇത് വെരി ഇവന്റ് മേക്കിംഗ് ചാപ്റ്റർ. എന്റെ 7-ന്റെ ആദ്യ ഭാഗത്ത് ശതാധിപന് പ്രിയനായ ഒരു ദാസൻ ദീനം പിടിച്ച് മരിപ്പറായ സ്റ്റോറി എന്റെ ആദ്യ ഭാഗത്ത് കാണും. സെക്കൻഡ് സ്റ്റോറി വളരെ ചലഞ്ചിങ് ആയ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയാണ്. നൈനിലേക്ക് പോകുന്ന യാത്രയിൽ വിധവയുടെ ഏകജാതനായ മകനെ ഉയർപ്പിക്കുന്ന ഗോഡ്സ് ഓൺലി സൺ ഈസ് മീറ്റിംഗ് വിത്ത് വിഡോസ് ഓൺലി സൺ. അതിനുശേഷം ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ കുറിച്ചുള്ള ഒരു പാസേജ് ആണ്. ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ ഈ വായിച്ച പാസേജ് വെച്ചിരിക്കുന്നത്. വളരെ സംഭവബഹുലമായ ഒരു ചാപ്റ്ററാണ്. ദിസ് ഈസ് നോക്കിയ എന്റെ ചാപ്റ്ററിൽ എന്റെ ആദ്യത്തെ വാക്യം 7-ന്റെ 36-ാമത്തെ വാക്യം എന്റെ സെറ്റിംഗ് ആണ്. പരീശന്മാരിൽ ഒരുത്തൻ തന്നോട് ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിലിരുന്നു. ഇത് വളരെ അൺയൂഷ്വൽ ആയ ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു. കാരണം യേശു ശുശ്രൂഷിച്ച കാലത്ത് യൂഷ്വലി ഫരീശന്മാരുടെ ഈ ഗ്രൂപ്പ് ഒന്നും യേശുവിന്റെ ശുശ്രൂഷയോ ആ മിനിസ്ട്രി ആയിട്ടൊന്നും അധികം യോജിക്കുന്ന ആളുകളായിരുന്നില്ല. പരീശന്മാരുടെ കൂട്ടിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കർത്താവിനോട് അനുഭാവം കാണിച്ചിട്ടുള്ളൂ. നിക്കോദെമോസിനെ പോലെയൊക്കെ വളരെ ചെറിയ കൂട്ടം ആളുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയുള്ള പരീശന്മാരുടെ കൂട്ടത്തിൽ നിന്നും അൺയൂഷ്വൽ ആയ ഒരു ഇൻവിറ്റേഷൻ ആണ് യേശു കർത്താവിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. നമുക്കറിയാം, ജൂയിഷ് കോൺസെപ്റ്റില് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇന്റിമേറ്റ് ആയ ക്ലോസ് ഫെലോഷിപ്പാണ്. അപ്പൊ അതുകൊണ്ട് അൺയൂഷ്വൽ ആയ ഒരു ഇൻവിറ്റേഷൻ, ഞാൻ അതിനെ ഇങ്ങനെ വിളിക്കുന്ന ഒരു ഹാഫ് ഹാർട്ടഡ് ഇൻവിറ്റേഷൻ ആണ്. കാരണം മുന്നോട്ട് താട്ടി ഞാൻ വായിച്ചു പോയ വഴിക്ക് മനസ്സിലായി, ഹി ഇൻവൈറ്റഡ് ജീസസ് ടു ടെസ്റ്റ് ജീസസ്. കർത്താവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തത്. നോക്കി അവിടെ അതിന്റെ ഒരു സെറ്റിംഗ് ആണ് അതിന്റെ 7:36. ആദ്യത്തെ ടിസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ 37-ാമത്തെ വാക്യം. സോ ഇതിനകത്ത് 3-4 ടിസ്റ്റ് ഉണ്ട് ഈ സ്റ്റോറിയിൽ. ദ ഫസ്റ്റ് ടിസ്റ്റ് എന്ന് പറയുന്നത് വഴിത്തിരിവ്, സ്റ്റോറിയുടെ ചേഞ്ചിങ് പോയിന്റ് എന്ന് പറയുന്നത് 37-ാമത്തെ വാക്യമാണ്.
ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സ്ത്രീ അവിടെ വരികയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ പരീക്ഷന്റെ വീട്ടിൽ യേശു വന്നിരിക്കുന്ന അറിഞ്ഞിട്ട് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. 37, 38 ഒരു ഭയങ്കര സ്പീഡിൽ അതങ്ങ് ഫ്ലോ ചെയ്യുക. ഇങ്ങനെ വീട്ടിൽ വന്നു, പുറപ്പെട്ടു വന്നിട്ട് പിറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീര് കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ച് തൈലം പൂശി. ദിസ് ഓൾ ഹാപ്പനിങ് ഓൺ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയിൻ ഇവന്റ്സ്. അൺഎക്സ്പെക്റ്റഡ് hospitality or unexpected love act, unexpected homage or unexpected commitment. നോക്കിയാൽ അവിടെ ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു ടെസ്റ്റ് സ്റ്റോറിയിൽ ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ കാണുന്നത് അതിന്റെ ഒരു ട്വിസ്റ്റ് അല്ല, ഒരു ടെസ്റ്റ് ആണ്. 39ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, അവനെ ക്ഷണിച്ച് പരീക്ഷിക്കുന്നത് കണ്ടിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ he invited Jesus to test Jesus. യേശുവിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് ഈ 39ാമത്തെ വാക്യം അത് കണ്ട പരീക്ഷ കണ്ട് ഇവ പ്രവാചകനായിരുന്നുവെങ്കിൽ, therefore അവിടെ ഒരു കൺക്ലൂഷനിലേക്ക് പരീക്ഷ എത്തുകയാണ്. This woman is a sinner and Jesus is not a prophet. Jesus cannot be a prophet. കാരണം അവിടെ ഇങ്ങനെ അവർ പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ള എന്ന് അറിയുമായിരുന്നു, ഒരു പാവിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. സോ അവിടെ ഒരു ടെസ്റ്റില് പരീക്ഷന്റെ ഒരു കൺക്ലൂഷനാണ്, ദിസ് വുമൺ ഈസ് എ സിന്നർ ആൻഡ് ജീസസ് ഈസ് നോട്ട് എ പ്രോഫറ്റ്. ഇത് അവൻ ഉള്ളിലാണ് പറഞ്ഞത്. അത് പബ്ലിക് അല്ലായിരുന്നു, വളരെ സീക്രട്ടീവായ ഇന്നർ തോട്ടായിരുന്നു. 40ാമത്തെ വാക്യം തൊട്ട് യേശുവിന്റെ റെസ്പോൺസ് ആണ്. ജീസസ് ഓപ്പൺസ് അപ്പ്. പരീക്ഷന്റെ പേര് വിളിച്ച്, ശിമോനെ നിന്നോടൊന്ന് പറയാനുണ്ടെന്ന് യേശു പറഞ്ഞു. ഗുരു പറഞ്ഞാലോ എന്ന് പറഞ്ഞു. ഇതൊരു യേശുവിന്റെ യൂഷ്വൽ സ്റ്റൈലിയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ കർത്താവ് ഒരു സ്റ്റോറി പറയുക. ജീസസ് വാസ് എ മാസ്റ്റർ ടീച്ചർ. യഹൂദന്മാരുടെ റബിമാരും പാരബിൾസ് ഉപയോഗിക്കുമായിരുന്നു. നല്ല ലാവിഷായിട്ട് പാരബിൾസ് ഉപയോഗിച്ചെന്നുള്ളതാണ് യേശുവിന്റെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത. parables lavishly. നമുക്കറിയാം ലൂക്കോസിന്റെ 15ാം അധ്യായമൊക്കെ നമുക്കറിയാം. അവിടെയും അവരെ ഒന്ന് മറിച്ചാൽ 2-3 പേജ് മുന്നോട്ട് മറിച്ചാൽ മതി. അവിടെ നമുക്കറിയാം ലൂക്കോസ് 15ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 3 ലോസ് പാരബിൾസാ ലൂക്കോസ് 15. അതിന്റെ കോണ്ടെക്സ്റ്റ് ചുങ്കക്കാരും പാവികളെല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവരുടെ അടുത്ത് വന്നു. അവൻ പാവികളെ കൈക്കൊണ്ട് അവരുടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് ശാസ്ത്രിമാരും പരീക്ഷമാരും പിറുവിർത്തു. That is actually the context of 3 lost parables: the lost sheep, the lost coin and the lost son. 3 lost parablesന്റെ ആ യേശുവിന് ആ പാരബിൾ പറയാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലൊരു കോണ്ടെക്സ്റ്റ് ആണ്. ചുങ്കക്കാരും പാവികളെല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്ന് ഇവൻ പാവികളെ കൈക്കൊണ്ട് അവരോടെ Jesus is having so intimate fellowship with tax collectors and sinners. In that context, the Pharisees and the scribes murmured against Jesus. In that context, Jesus' answer was these 3 parables. Now also, in Simon's house, Jesus' answer is the parables, or just very short, meaningful parable from the lips of Jesus. It was an immediate response of Jesus, telling a story in the context, grasping what was in the heart of Simon, the Pharisee. നമുക്കതാ ഇങ്ങനെ പറയുന്നത്, ശിമോനെ എനിക്ക് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞാലോ എന്ന് പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തിന് 2 കടക്കാരുണ്ട്. വളരെ സിമ്പിൾ ആണ് യേശുവിന്റെ പാരബിൾസ് എല്ലാം. കടം കൊടുക്കുന്ന ഒരാൾക്ക് 2 കടക്കാരുണ്ടായി. ഒരുത്തൻ 500 കാശും വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടിടവൻ അവർക്ക് വകയില്ലാകിയാൽ അവർ ഇരുവർക്ക് ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ 6 അവനെ അധികം സ്നേഹിക്കും. അതിനുള്ള റെസ്പോൺസ് സൈമൺ പറയുന്നത്, അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു. ദാറ്റ്സ് ഓൾസോ എ ടെസ്റ്റ്. ജീസസ് പുട്ട് എ ടെസ്റ്റ്. ആദ്യത്തെ ടെസ്റ്റില് 39-ല് Simon was miserably failed. Now, what was his test? He understood that Jesus is not a prophet. Now, that was actually 100% failure from the side of Simon. Even in the test, in responding to Jesus' question,
Simon was 100% success. So there are two tests in this passage. The first test, Simon miserably failed, grasping the identity of Jesus. The second, when responding to the question of Jesus, he was actually 100% right. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് സിമോൻ പറഞ്ഞു. അവനോട് നീ വിധിച്ചത് ശരിയെന്ന് പറഞ്ഞു. You are absolutely right. Jesus is telling. The master teacher is giving 100 marks to Simon the Pharisee. That's what it is. എന്നിട്ട് സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ നീ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. That's what is happening in the context of those days. These are the marks of hospitality. If somebody is inviting a guest to the house, അവരുടെ കാല് കഴുകേണ്ടതാണ്, അവരുടെ അത് തോർത്തേണ്ടതാണ്, പറ്റുകയാണെങ്കിൽ പെർഫ്യൂം പൂശേണ്ടതാണ്. ഒരു ചുംബിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കൾച്ചറിന്റെ ഭാഗമായിരുന്നു, ഒരു സ്നേഹബന്ധത്തെ കാണിക്കാൻ വേണ്ടി. നമുക്ക് യേശു യൂദ ചുംബനം കൊണ്ട് വന്ദനം ചെയ്യുന്നത് നമുക്കറിയാം. It was a part of culture, that culture. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സൈമൺ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ സൈമൺ he did not do that. അതിന് പകരം an unexpected woman came into that place. ഈ മെസ്സേജ് എന്റെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഈ മെസ്സേജ് പ്രസംഗിക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്ത് എന്നോട് മണക്കാലയിൽ പഠിച്ച ഒരു പാസ്റ്റർ ബാസിൽട്ടനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യത്തെ ഒരു വീക്കെൻഡ് ഞാൻ അവരുടെ ചർച്ചയ്ക്ക് പ്രസംഗിച്ച് അവരോട് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ഞാൻ അവിടെ പോയി ചർച്ചിൽ പോയി പ്രസംഗിച്ചപ്പോൾ, ഒരു ചർച്ചിലേക്ക് രാവിലെ പോകുമ്പോൾ, ഒരു അദ്ദേഹത്തിന്റെ കാറിന്റെ സൈഡിൽ നിന്ന് പോകുമ്പോൾ, ആ സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്നൊരു പാസേജ് ആണ്. ഈ ഭാഗം ഇങ്ങനെ നോട്ട് ചെയ്യുകയും അത് പിന്നെ ഞാൻ ഇന്ന് രാവിലെ സഭായോഗത്തിന് പോകാൻ കഴിയാതെ പനിയായിട്ട് ഇവിടെ ഇരുന്നപ്പോ എന്റെ ചെയറിന്റെ അടിയിലിരുന്നുകൊണ്ട് ഞാൻ കുത്തിക്കുറിച്ച നോട്ടുകളായപ്പോ നിങ്ങളോടും ഞാൻ പങ്കുവെക്കുന്നതാണ്. നോക്കി, ഈ പാസേജില് ഇറ്റ് വാസ് പാർട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി. സൈമൺ ചെയ്യേണ്ട ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. ബട്ട് സൈമൺ ഡിഡ് നോട്ട് ഡു ദാറ്റ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഹെവൻ പ്രിപ്പയർഡ് എ വുമൺ ദേർ ഫോർ ജീസസ്. സ്വർഗം അവിടെ ആ ഒരു സ്ത്രീയെ കരുതി വെച്ചിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് സൈമൺ, അത് യേശുവിനെ സംബന്ധിച്ചുള്ള വലിയ ഡിസ്റെസ്പെക്ട് ആയിരുന്നു ഈ സൈമന്റെ ഫാദർ. ഞാൻ പറഞ്ഞില്ല, ഹി ഇൻവൈറ്റഡ് ജീസസ് ടു ടെസ്റ്റ് ജീസസ്. ഇത് വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചിന്തിച്ചു എന്റെ മനസ്സിൽ കഥാ ചിന്തയാണ്, ഡൂയിങ് റൈറ്റ് തിങ് ഫോർ റോങ് റീസൺസ്. ദാറ്റ് ഈസ് നമ്മുടെ ഇന്നത്തെ പെന്റക്കോസ്റ്റലിസത്തിന്റെ വലിയൊരു പ്രശ്നമാണ്. ഡൂയിങ് റൈറ്റ് തിങ് ഫോർ റോങ് റീസൺസ്. ഡൂയിങ് റൈറ്റ് തിങ് ഫോർ റോങ് റീസൺസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുന്ന മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള മനോഭാവങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ കണ്ണുനീര് കൊണ്ട് കാൽ കഴുകുക എന്ന് പറഞ്ഞാൽ, തലമുടി കൊണ്ട് തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ, അത്രയും വലിയ പെർഫ്യൂം കൊണ്ട് കാലിൽ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ, that clearly points to commitment, act of love. There is no doubt about it. So what actually അവിടെ യേശുവിന്റെ മുമ്പിൽ പാസ്സായ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്, rather than ഈ വലിയ വിരുന്നും കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളപ്പോഴും ശരിക്കും ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്നുണ്ടായ ആ കമ്മിറ്റ്മെന്റ് ആണ്, ആ ആക്ട് ഓഫ് ലവ് ആണ്, ആ ഒരു സ്നേഹ സമർപ്പണമാണ് ശരിക്കും കർത്താവിന്റെ മുമ്പിൽ വാല്യുബിൾ ആയിട്ട് മാറുവാനിടയായത്. നമ്മുടെ പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ നമുക്ക് കാണുന്ന ഒരുപാട് ലോട്ട് ഓഫ് കൊമോഷൻസ്, lot of noises. So actually, whether there is a true love in it എന്നുള്ളതാണ്, a true spirituality. Are we missing a true spirituality? റിജോയ്സ് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം, ഞാനിത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ടോണും അതിന്റെ സെന്റൻസസും നിങ്ങളുടെ സിംഗിങ്ങും ഇതെല്ലാം ഞാനൊരു ദേവദാസനെന്ന പല ചർച്ചകളിൽ പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യു ആർ സിൻസിയർലി ഫോളോയിങ് ജീസസ്. ഐ നോ ദാറ്റ്. Your sincere community. There is no, I'm not flattering. എനിക്ക് 10 വർഷമായി റിജോയ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഞാൻ 2015 അവിടെ വന്നു. 10 വർഷമായി. ഈ 10 വർഷത്തിന് ശേഷം ഒരു രാത്രിയിൽ ഒരു ഫ്ലാറ്ററി ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഐ നോ ദാറ്റ് യു ആർ സിൻസിയർലി ഫോളോയിങ് ജീസസ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇന്ന് രാത്രിയിൽ ഈ ടെക്സ്റ്റ് നമുക്കൊരു വലിയ എൻകറേജ്മെന്റ്.
വലിയൊരു എൻകറേജ്മെന്റ് ആണ്. ഫോളോയിങ് ജീസസ് വിത്ത് എ കമ്മിറ്റ്മെന്റ്, വിത്ത് എ ട്രൂ ലവ്, വിത്ത് എ ഡിവോഷൻ, a true devotion to Jesus. No, it was Simon arranged a lot of things for Jesus, but with the wrong reasoning behind it. Lot of reason. നമ്മുടെ കൺവെൻഷൻസ് ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് ഡൂയിങ് റൈറ്റ് തിങ് വിത്ത് ലോഡ് ഓഫ് റോങ് റീസൺസ്. ഒരുപക്ഷെ അവരുടെ ചർച്ചിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയായിരിക്കാം. ദർ മേ ബി ലോഡ് ഓഫ് അതർ തിങ്സ്. അല്ലെങ്കിൽ എല്ലാ വർഷവും നടത്തുന്നത് കൊണ്ട് ഈ വർഷം നടത്തണമെന്നുള്ളതായ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരിക്കും. ദർ ആർ ലോഡ് ഓഫ് തിങ്സ്. ഡൂയിങ് റൈറ്റ് തിങ്, കാരണം ഗോസ്പൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് തിങ് ആണ്. ലോഡ് ഓഫ് റൈറ്റ് തിങ് ഫോർ എ റോങ് റീസൺസ്. സോ അതുകൊണ്ട് we have to, Pentecostals has to test these days നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മനോഭാവങ്ങളൊക്കെ. നമ്മള് we should never be like Simon the Pharisee. We should never be like the Simon the Pharisee. ഇവിടെ ഞാൻ വിചാരിക്കുന്നു ഈ അമേസിംഗ് ആയ റെസ്പോൺസസ് കാണിച്ച ചില സ്ത്രീകൾ യേശുവിന്റെ മിനിസ്ട്രിയിലുണ്ടായിരുന്നു. അമേസിംഗ് ആയ റെസ്പോൺസ്. അതിൽ ഒരു സ്ത്രീയാണ് നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കണ്ടുമുട്ടുന്നതായ ഈ സ്ത്രീ. അത് അവരെ പാവനിയായ സ്ത്രീ എന്നാണ് വിളിക്കുന്നത്. അവരുടെ ക്യാരക്ടറും അവരുടെ ജീവിതവും ആ രീതിയിലുള്ളതുകൊണ്ടാണ്. ഷീസ് അൺനെയിംഡ്. ദ ഫാരിസീസ് നെയിംഡ്. ഫാരിസീസ് ആർ മെയിൽ അഡൽട്ട് സോഷ്യൽ സ്റ്റാൻഡിംഗ് ഉള്ള, സമൂഹത്തിൽ മാന്യതയുള്ള, അക്സെപ്റ്റബിൾ ആയ, റിച്ച് ആയ ഒരു മനുഷ്യനാണ്. ദ ഓപ്പോസിറ്റ് സൈഡായി സ്ത്രീ എന്ന് പറയാം. അത് അവള് സോഷ്യൽ സ്റ്റാൻഡിംഗ് ഇല്ലാത്ത ആളായിരുന്നു, റിജക്റ്റഡ് ആയിരുന്നു, ബ്രോക്കൺ ആയിരുന്നു, പാപിയായ ഒരു സ്ത്രീ ആയിരുന്നു. നോക്കണം, ഇത് ഭയങ്കര കോൺട്രാസ്റ്റ് ആയി രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ളത്. അപ്പൊ അതുകൊണ്ട് വെൽ ടു ഡു ആയ ഒരു ഫാരിസി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുക്കിയ വലിയൊരു വിരുന്നിനേക്കാൾ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടത് ഈ ചെറിയ സ്ത്രീയുടെ, അവൾ പുറകിൽ കൂടെ വന്നാണ് കണ്ണുനീരുകൊണ്ട് യേശുവിന്റെ പാദങ്ങൾ നനച്ചു. ഞാനിങ്ങനെ വിചാരിക്കുക, ഷി വാസ് ക്രൈയിങ് ഫോർ ഹെർ ലൈഫ്. അവളുടെ ജീവിതത്തിന്റെ ആ ഒരു പരിവരുത്ത യാഥാർത്ഥ്യങ്ങളുമായിട്ട് അവൾ യേശുവിന്റെ അടുക്കിലേക്ക് വന്നത്. ഷി വാസ് ക്രൈയിങ് ഫോർ ഹെർ ലൈഫ്. ആ കൊണ്ടുവന്ന ഫ്രാഗ്രൻസ് പോലെയല്ല അവളുടെ ജീവിതം. ആ ഫ്രാഗ്രൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്നാൽ അവളുടെ ജീവിതം ഇറ്റ് വാസ് ഡേർട്ടി. എന്നാൽ അവള് വന്നു ഒരുപക്ഷെ ഇറ്റ് വാസ് ഹെർ കമ്മിറ്റ്മെന്റ് ആൻഡ് ആക്ട് ഓഫ് സർവീസ് വാസ് സോ സിൻസിയർ. ഇങ്ങനെയുള്ള അമേസിംഗ് ആയ റെസ്പോൺസസ് കാണിച്ച ചില സ്ത്രീകൾ ഈ സുവിശേഷങ്ങൾ നമ്മൾ കണ്ടുമുട്ടുക. മറ്റൊന്ന് മാഗ്ദലിനെ മേരിയാണ്. മേരി മാഗ്ദലിനെ. ലൂക്കോസിന്റെ സുവിശേഷം 24 എൻ്റെ കൂടെ ഒന്ന് മറിച്ചാൽ, Luke chapter 24, few pages ahead. നമ്മളറിയാം, അതിന്റെ 23 ലാസ്റ്റ് ഭാഗം തൊട്ട, ഗലീലയിൽ നിന്ന് അവനോട് പോരുന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. കുറച്ച് സ്ത്രീകൾ ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ച കുറച്ച് സ്ത്രീകളാണ്. അവര് യേശുവിന്റെ കല്ലറയിലെ ഇതെല്ലാം വെച്ച് കണ്ടിട്ട് തിരിച്ചുപോയി പരിമള തൈലമൊക്കെ ഒരുക്കി ആ ശബത്തിന് മുമ്പ് തന്നെ ഒരുക്കി സ്വസ്ഥമായിരിക്കുക. Then 24 we see that early in the morning ഈ ഫ്ലാസ്കും ഒക്കെ ആയിട്ട് കല്ലറയിലേക്ക് ഓടുക. That is commitment, that is love act, that is devotion and that is worship. There is ഇവിടെ ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നുമല്ല. കാരണം കിങ് ഡൈഡ് ആൻഡ് കിങ്ഡം ഫിനിഷ്ഡ്. കിങ് ഡൈ ചെയ്താൽ പിന്നെ കിങ്ഡം ഇല്ല. സോ കിങ് ഡൈഡ് ആൻഡ് കിങ്ഡം ഫിനിഷ്ഡ്. So nothing in return. Running to the tomb with a homage, with a കയ്യിൽ ഒരുക്കിയ ഒരു സുഗന്ധവർഗമൊക്കെ ആയിട്ട് കല്ലറിലേക്ക് ഓടുക. മേരി അവർ ഒരുക്കിയ സുഗന്ധവർഗം, എന്റെ പേര് 10ാമത്തെ വാക്യത്തിലാ പേര് പറഞ്ഞത്. അവരാരെന്നാൽ മക്കളെ കാര്യത്തിൽ മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. സോ 3+ women is running to the tomb. അമേസ് ചെയ്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു കനാന്യ സ്ത്രീ ഉണ്ടായിരുന്നു, യേശു റിജക്ട് ചെയ്തു. പക്ഷെ അവളുടെ ഫെയ്ത്ത് വളരെ വലുതായിരുന്നു. ഷീ വാസ് സ്റ്റാൻഡിങ് ദർ സ്റ്റിൽ പ്ലീഡിങ് ഫോർ ഹെർ ഡോട്ടർ. സോ അങ്ങനെ അമേസിംഗ് ആയ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലെ ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ ഇവിടെ കണ്ടുമുട്ടുന്നത്. ഞാൻ വിചാരിക്കുക അവൾ കരഞ്ഞത് അവളുടെ ജീവിതത്തിന്റെ ബ്രോക്കൺനെസ് കൊണ്ടാണ്. അവൾ കൊണ്ടുവന്നതായ ആ സുഗന്ധം, അവള് കൊണ്ടുവന്നത് ഒരുപക്ഷെ അവളുടെ ആ ലൈഫിൽ നിന്നുള്ളതായ ഫുൾ സമ്പാദ്യമായിരിക്കാം. ആ ഒരു സുഗന്ധം അവളുടെ ജീവിതത്തിൽ അത്രയും കളർഫുൾ ആയിരുന്നില്ല അവളുടെ ലൈഫ്. ബ്രോക്കൺ ആയ ഒരു ലൈഫുമായിട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഞാനിങ്ങനെ ചിന്തിക്കാം, ഉടവുകൾ പറ്റിയാലും മറ്റേത് കാരണം കൊണ്ടാണെങ്കിലും തകർച്ച പറ്റിയാലും ആശ്രയിക്കാൻ ഒരു പാദപീഠം എന്നും ഭക്തർക്കുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. കർത്താവ് ഇന്നും ജീവിക്കുന്നു. ജീവിതത്തിന്റെ ഏത് സംഘർഷങ്ങളുടെ നടുവിലും ആശ്രയിക്കാൻ ഒരു നല്ല കർത്താവ് ഉണ്ടെന്നുള്ളത് വലിയൊരു സങ്കേതമാണ്.
ജീവിതത്തിന്റെ ഏത് ഏത് സങ്കടങ്ങളുടെ നടുവിലും കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നെടുവീർപ്പോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സമാധാനത്തിന് പൊയ്ക്കൊള്ളുക എന്ന് പറയാൻ അധികാരമുള്ള ഒരു കർത്താവ് ഇന്ന് ജീവിക്കുന്നതോട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ വരുന്നുണ്ട്. ലാസ്റ്റ് ഒരു ബെനഡിക്ഷനിലായി പാസേജ് അവസാനിക്കുന്നത്. ഒരു വലിയ ബെനഡിക്ഷനില്ല. ആ ഒരു വലിയ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ ഒക്കെ നടുവിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു സങ്കേതമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു മറുപടമുണ്ട്. ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര കർത്താവിന്റെ സന്നിധിയിലുണ്ട്. ദൈവം അത് ചെയ്യും എന്നുള്ളതായ ഒരു ഉറപ്പ്, ഒരു ഗ്യാരണ്ടി ഈ പാസേജ് നമുക്ക് തരിക. കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ അത്ഭുതകരമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ കർത്താവിനെ കൊണ്ട് കഴിയുമെന്ന് ഈ പാസേജ് നമ്മോട് പറയാം. ഞാൻ അല്പം ഓഡിയോ ഒക്കെ കുറച്ച് പറയുന്നതിന്റെ കാരണം നമ്മുടെ പനിയുടെ കോൺടെസ്റ്റ് നിൽക്കുന്നുണ്ട്. നോക്കിയാൽ ഈ പാസേജ് വായിക്കാൻ മറ്റൊരു ചിന്ത അവിടെ വരുന്നത്, ഞാൻ ഒരു ട്വിസ്റ്റ്, ആദ്യത്തെ ട്വിസ്റ്റ് ഈ സ്ത്രീ കടന്നു വരുന്നതായിരുന്നു. അതിനുശേഷമുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ 44ാമത്തെ വാക്യം. സ്ത്രീയുടെ നേരെ തിരിച്ച് ശിമോനോട്, ഈ സ്ത്രീ എന്നെ കാണുന്നുവോ, അവള് നീ ഹോസ്പിറ്റലിന്റെ കാര്യമായി. എന്നാൽ അതിന് മുമ്പ് കഥ പറഞ്ഞതായിരുന്നു a 50 and 500. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. ദാറ്റ് ഇസ് ക്രൂഷ്യലായ ഒരു മെസ്സേജാണ് ഈ പാസേജിൽ. അത് 50 and 500. സൈമൺ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. 50 ഇളച്ചു കിട്ടിയവനേക്കാൾ 500 ഇളച്ചു കിട്ടിയവനാണ് കൂടുതൽ സ്നേഹിക്കുക. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇവിടെ അനേകമായ പാപം മോഹിച്ചിരിക്കുന്നത് എന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചല്ലോ. അപ്പം പാപം മോഹിച്ച് കിട്ടിയത് ഇവൾ സ്നേഹിച്ചത് കൊണ്ടാണോ, അതോ പാപം മോഹിച്ച് കിട്ടുന്നത് കൊണ്ട് സ്നേഹിക്കുകയാണോ? ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഇതാണ്. ഇവൾ ഇത്രയധികം കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് കർത്താവുടെ പാപം ക്ഷമിച്ചു കൊടുത്തു എന്നുള്ളത്, അത് ആ സെൻസിലാണ് എടുക്കേണ്ടത്. അതോ ഈ പാസേജ് നമ്മൾ എടുക്കേണ്ടത് നാം അധികമായി കർത്താവിനെ സ്നേഹിക്കണം, കാരണം നാം അധികമായി പാവങ്ങൾ കർത്താവ് നമുക്ക് ഇളച്ച് തന്നത് കൊണ്ട് നാം സ്നേഹിക്കണം, സ്നേഹിച്ചത് കൊണ്ട് പാവം ഇളച്ച് തന്നതാണോ? ഈ രണ്ട് കോൺഫ്ലിക്റ്റ് കൂടെ ഉണ്ട്. ഈ പാസേജിനകത്ത് ഈ സ്ത്രീയാണ് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. അവളാണ് കർത്താവിന്റെ പാലുകൾ കണ്ണുനീര് കൊണ്ട് നനയ്ക്കുന്നത്. അവളാണ് വലിയ ഫ്ലാസ്ക് കർത്താവിന്റെ കാലിൽ ഒഴിക്കുന്നത്, തന്റെ തലമുടി കൊണ്ട് തോർത്തുന്നത്. അവിടെയാണ് കർത്താവ് പാപം മോചിച്ചെന്നിരിക്കുന്ന അവളോട് പറയുന്നത്. And that's true in the story. ഹോൾ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കോണ്ടെക്സ്റ്റില് നമ്മൾ ഈ പാസേജ് വായിക്കുമ്പോൾ ഈ 50ഉം 500ഉം തമ്മിലൊരു വ്യത്യാസം ഞാൻ എന്റെ ചിന്തയിൽ വരുന്ന ഇതാണ്. ഒന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമുക്ക് ലഭിച്ച ഏത് ഭൗതിക സാഹചര്യങ്ങളെല്ലാം 50നകത്ത് പോകണം. ഇറ്റ് ഷുഡ് ബി 50. നിങ്ങളുടെ കാറും നിങ്ങളുടെ പേഴ്സും നിങ്ങളുടെ ജോലി എല്ലാം എവറിത്തിങ് മസ്റ്റ് ബി 50 പോകണം. 500 ആണ് ഓപ്പോസിറ്റ്. 500 എന്നുള്ളത് അങ്ങ് മാറ്റിയിട്ട് that make us 10,000 or 10,000 more. Now what is that? That forgiveness of sins. നമ്മുടെ സാൽവേഷൻ, നമുക്ക് ലഭിച്ച നിത്യത, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗങ്ങളാക്കിയത്, നമുക്ക് ലഭിച്ച സ്വർഗീയ പൗരത്വം, നമ്മുടെ നിത്യത. This is 10,000 more different from these two. അപ്പം അധികം മോഹിച്ച് കിട്ടിയത് ഏതാണെന്ന് ചോദിച്ചാൽ, rather than the material temporal blessing, ആ വലിയ കാറ്റഗറിക്കകത്ത് കൊള്ളിക്കാൻ പറ്റുന്നത്, we should love Jesus more, not because of the 50, but because of 10,000. We are loving Jesus. We know that the 50 is important, or 100 is important, the job is important, the car is everything is important. Everything is a green tick. There is nothing wrong in it. But we love the Lord because, primarily, in the first place, because that He died in my place, and he died to purchase my pardon. He was broken and beaten and humiliated to redeem me from the pit of sin and darkness, and then canceling my eternal punishment, and to make me a child of God, to calling God Abba Father, and filling me with the Holy Spirit. Give me a hope beyond the tomb. That is 10,000 more great. And I should give thanks to God for that. ഞാൻ കഴിഞ്ഞ ഇത് വായിച്ചിട്ട് നിങ്ങളുടെ കടന്നു വരുമ്പോൾ മിറ്റത്ത് തുടങ്ങി നടന്ന പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന മനോഹരമായ ഒരു പാട്ടിന്റെ വരികൾ എന്റെ മനസ്സിലേക്ക് വന്നു. ഒരിക്കൽ പാപാന്തകാര കുഴി അതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നു ഉയർത്തി ഇന്നോളം എന്നെ നടത്തിയവൻ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശു. ബ്യൂട്ടിഫുൾ സോങ്.
എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ട. That's a love and devotion to the Lord Master. And because ഒരിക്കൽ പാപാന്തകാര കുഴി അതിൽ ഞാൻ. No, Pastor, അത് 50 അല്ല, that is 10,000. We are loving Jesus as Rejoice, as a community, as family, as individual. It's because that he gave the forgiveness that is weightier than anything else. For ഈ പാസേജ് നമ്മോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, the way we need to arrange things, that is always important. Number one is that we have to think, we have to count those things as more precious to us. Our names are written in the book of life. Number one. Number two, ഈ 500-50 തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം കൊണ്ടുവരുന്നത് എവിടെയാണ്? എക്സ്പീരിയൻഷ്യൽ നോളജ് ഓഫ് ഗോഡ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ദാവീദ് പെട്ടകമായിട്ട് തിരിച്ചു വരുന്ന ഒരു സമയത്ത്, ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്യുന്ന ഒരു സമയമുണ്ട്. പഞ്ഞി നൂലങ്കിയൊക്കെ ധരിച്ച് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്യുമ്പോൾ ശൗല്, ആദ്യത്തെ രാജാവായ ശൗലിന്റെ മകളായ മീകൾ പറഞ്ഞിട്ട് ദാവീദ് നോക്കിയിട്ട് പരിഹസിക്കും. ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറയുമ്പോൾ ഇത്രയും നിസാരനെ പോലെ, കൊച്ചു കുട്ടികളെ പോലെയൊക്കെ ഈ പെട്ടകത്തിന് മുമ്പിൽ തുള്ളിച്ചാടണോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ മീകളുടെ മുഖത്ത് നോക്കിയിട്ട് ദാവീദ് വളരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് 2 സാമുവേലിനകത്തുണ്ട്. എന്നറിയാമോ? നിന്റെ അപ്പനിലധികമായി പുൽപ്പുറത്താടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു കാലത്ത് നിന്നും എന്നെ തെരഞ്ഞെടുത്ത എന്റെ I was small. ദാവീദ് പറയാം, ഞാൻ വളരെ small beyond comparison. I was not invited for that meeting. I was very small, but God elected me. That is weighty. ദാവീദ് പറയാ, അത് weighty, അത് 50 അല്ല. That is more than 50. That is 500. That is 500. I experience God's grace in my life. I tasted the Lord and I knew that the Lord is good. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്ന അനുഭവങ്ങളിലൂടെ ദാവീദ് കടന്നുപോയി. കരടിയും സിംഹവും വന്നപ്പോഴും, അനേക യുദ്ധങ്ങളുടെ സമയത്തും, മോവാബിൽ തന്റെ അപ്പനെ അമ്മയും കൊണ്ടാക്കിയിട്ട് ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയുവോളം അവരോട് നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോയ കാലത്തും ഒക്കെ ദാവീദ് അനുഭവിച്ചത് ദൈവത്തിന്റെ പ്രൊവിഡൻസ് ആണ്. എനിക്കും മരണത്തിനും ശൗല് പിന്തുടരുന്ന കാലത്തൊക്കെ the providence of God was big. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തിന്റെ പ്രൊവിഡൻസ്, ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ്, ദൈവത്തിന്റെ മേഴ്സി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ലൈഫും ആരാധനയും ഒക്കെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്നും ഉണ്ടാവും. ആ റിഫ്ലക്ഷൻ കാരണം കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികൾ ആർക്കാ മറക്കാൻ പറ്റുക? That is not 50, Pastor. That is 500. That is 5. Not only our salvation. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കടന്നുപോയ, ഞങ്ങൾ നേരിട്ട, ഞങ്ങൾ അനുഭവിച്ച സംഘർഷങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിലൂടെ ഉണ്ടായ പ്രതിസന്ധികൾ, അതിനെല്ലാം നടുവിൽ ഞങ്ങളെ നിലനിർത്തിയ, ഞങ്ങളെ പരിപോഷിപ്പിച്ച, ഞങ്ങൾക്ക് വേണ്ടി കരുതിയ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നല്ലവനെന്ന് ഞങ്ങൾ രുചിച്ചറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, we love the Lord with all the heart, with all commitment, because we tasted and we experienced that the Lord is good in our life. പെന്തക്കോസ്തിന്റെ ഒരു 4-ാം തലമുറയിലേക്കൊക്കെ വരുമ്പോൾ, ഞാനൊരു 3-ാം തലമുറ, എന്റെ വല്യമ്മച്ചിയൊക്കെ പെന്തക്കോസ്തിന്റെ ആദ്യകാലത്ത് പോട്ടെ തുടങ്ങിയതാണ്. എന്നാൽ 4-ാം തലമുറയിൽ അല്ലെങ്കിൽ 3-ാം തലമുറയിലേക്ക് വരുമ്പോൾ the problem is this, missing such experiences. മീകളിന് അതില്ലായിരുന്നു. മീകൾ കൊട്ടാരത്തിൽ വളർന്നത്. ദാവീദ് അങ്ങനെയല്ലായിരുന്നു. going through such experiences, അങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ഷേപ്ഡ് ആകുകയും ദൈവത്തിന്റെ വിശ്വസ്തതയും ദയയും കരുണയൊക്കെ റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ദൈവത്തോടുള്ള നമ്മുടെ ഇന്റിമസിക്ക് കൂടുതൽ ഉണ്ടാകുന്നത്, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം റിയൽ ലൈഫിൽ വർദ്ധിക്കുന്നത്. കെരീത്തിന്റെ തോട്ടിൽ കാക്കകളുടെ വരവും കാത്തിരിക്കുന്ന പ്രവാചകനായ ഏലിയാവിനെ കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ അതേപോലെ അത്രയും ഡെൻസിറ്റി ഇല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ കാക്കകളെ കൊണ്ട് പോറ്റിയ ഒരു അനുഭവം ഇല്ലാത്തൊരു പ്രസംഗം ഒരിക്കലും സ്റ്റേജിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ അത് പ്രസംഗിക്കാൻ കഴിയത്തില്ല. കാരണം ആ അനുഭവങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് കുറച്ചുകൂടെ ഇഴയെടുപ്പം ഉണ്ടാകുന്നത്, അതിന് കുറച്ചുകൂടെ സ്വീറ്റ്നെസ് ഉണ്ടാകുവാനിടയായിത്തീരുന്നത്. അവിടെയാണ് മൈ ലോഡൊക്കെ ഈ മേരി മഗ്ദലനെയും പൗലോസും ഒക്കെ എന്റെ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്റെയൊക്കെ ആഡ് ചെയ്യുന്നതിന്റെ കാരണം because they experience the Lord through life experiences.
through life experiences. So Jesus is bringing an excellent small parable into this onto the table. 50 and 500. Two things I said. Number one is the greatness of our salvation. Now we should love the Lord. We should thank the Lord for the greatness of our salvation. Number two, I said that we should thank the Lord and love the Lord because of the past experiences. And we passed through already how faithful the Lord has been to us in such difficult experiences. To lift our head and say, thank you, Lord, tonight, and helping us to say that. No, that is commitment. That is commitment. So ഇവിടെ ഈ ഫാരിസിയുടെ പ്രശ്നം അതായിരുന്നു. ഫാരിസിയുടെ പ്രശ്നം, he was half hearted, ഒരു ഹാഫ് ഹേർട്ടഡ് ആയ ഇൻവിറ്റേഷൻ ആയിരുന്നു കർത്താവിന് കൊടുത്തത്. എന്നാൽ അൺഎക്സ്പെക്ടഡ് ആയ ഒരു ട്വിസ്റ്റ്. ഐ തിങ്ക് heaven prepared this lady to come into this particular time and to put a right homage to Jesus. Right homage to Jesus. കർത്താവിന് തക്കതായ ഒരു മാന്യത കൊടുക്കാൻ തക്കവണ്ണം ആ ഒരു സ്ത്രീയെ കർത്താവ് ഒരുക്കി വെച്ചു എന്ന്. ഞാനുള്ള 2 ട്വിസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ട്വിസ്റ്റ് 37 ഞാൻ പറഞ്ഞു. അതിനുശേഷം 43 ഒരു ട്വിസ്റ്റ് വന്നു. ഓക്കെ, അടുത്ത ട്വിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, we love the Lord because he forgave our sins. അതാണ് നമ്മുടെ ഒരു അപ്രോച്ച്. കാരണം we cannot purchase forgiveness. God freely gave us forgiveness. So we love the Lord because he chose us, because he forgive us. 47 വരുമ്പോഴത്തേക്ക് 48 വരുമ്പോൾ അടുത്ത തേർഡ് ട്വിസ്റ്റ് ആണ്. ആ തേർഡ് ട്വിസ്റ്റ് ഇങ്ങനെയാണ്. പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. That's another issue that brought another controversy. നിന്റെ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു പറഞ്ഞു. അവനവരോട് കൂടെ പന്തിരുന്നവർ പാവമോചനം കൊടുക്കുന്ന ഇവൻ ആരും തമ്മിൽ പറഞ്ഞു. That is a third twist. ഇത് ശരിക്കും യേശുവിന്റെ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ജീസസ്? ഇവിടെ ഈ മനുഷ്യൻ മാർക്കറ്റ് പറഞ്ഞത് ജീസസ് ഈസ് നോട്ട് എ പ്രോഫറ്റ്. എന്നാൽ ഇവിടെ ഈ പാസേജ് പറഞ്ഞ ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ എ പ്രോഫറ്റ്. ഒരു പ്രോഫറ്റിന് പാപമോചനം കൊടുക്കാൻ പറ്റത്തില്ല. ബട്ട് ജീസസ് ഈസ് ഗിവിംഗ് forgiveness to sins. ഇതുപോലെ തന്നെ ചോദ്യങ്ങൾ ഈ സുവിശേഷങ്ങളുടെ പറ്റി പല ഭാഗത്തുണ്ട്. നാളെ ഞാൻ പ്രസംഗിച്ചൊരു പാസേജ് മാർക്ക് ചാപ്റ്റർ 4 കാറ്റും കോളും ഒക്കെ ഉണ്ടാകുന്ന പടലിൽ കർത്താവ് ഉറങ്ങുന്ന ഒരു പാസേജ് പ്രസംഗിച്ചു. ആ ഭാഗത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ചോദിക്കുന്നത് ഇതേ ചോദ്യമാണ്. കാറ്റും കടലും കൂടി അനുസരിക്കുന്ന ഇവൻ ആര്? മാർക്കോസ് ചാപ്റ്റർ 2 പറയുന്നതാണ്. പക്ഷപാത രോഗി ഇറക്കി വിടുമ്പോഴത്തേക്ക് ദൈവദോഷങ്ങൾ പറയുന്നവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. പാപമോചനം ദൈവത്തിന് മാത്രമുള്ള കാര്യമാണ്. ഹൗ ക്യാൻ ദിസ് മാൻ ഫോർഗീവ്? അത് ഇവിടെ അതേ ചോദ്യം വരുന്നത്. പാപമോചനം കൊടുക്കുന്ന ഇവരാരും തമ്മിൽ പറയുക. ജീസസ് ഈ പാസേജ് വായിച്ചാൽ മനസ്സിലാകുക. യേശു ഭൂമിയിലേക്ക് വന്ന് the prime business was forgiveness of sins. Forgiveness of healing. കാനവലെ കല്യാണ വീട്ടിലെ വെള്ളം പിഞ്ഞാക്കിലെല്ലാം അതിന്റെ സൈഡിൽ പോകുമ്പോഴും the prime business of the Lord was the forgiveness of sins. For that he had to die on the cross. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർക്ക് വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി തന്റെ അവസാനത്തോടെ രക്തം വരെ കാൽവറയിൽ ചൊരിഞ്ഞ് ലോകത്തിന്റെ സകല മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായുള്ള ഒരിക്കലായി എന്നേക്കായി കാൽവറി. That was the hour of Jesus. For that he came down to this world. രാത്രി നമുക്ക് ലഭിച്ച ഭാഗ്യം അത് കാണാനും അത് സ്വീകരിപ്പാനും ദൈവത്തിന്റെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അതിന്റെ ആ പാപമോചനം റിയലി നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാനും ശരിക്കും പാപം മോഹിച്ചു ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ പ്രാപിച്ച് ഈ യാത്രയിൽ യേശുവിനെ അനുഗമിക്കാനൊക്കെയാണ് നമുക്കൊരു ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കരങ്ങളെ ഉയർത്തി താങ്ക് യു ലോർഡ് എന്ന് പറയാൻ സന്തോഷമുള്ള എന്നോട് ചേർന്ന് കരങ്ങളെ ഉയർത്തി താങ്ക് യു ലോർഡ് ഫോർ ദാറ്റ് ഗ്രേറ്റ് ഫോർഗിവ്നെസ്. And we want to love you more. We want to love you more and follow more closer to you. See, this is the third test, focusing to the identity of Jesus. Jesus is more than a prophet. Jesus is actually God himself. Look at the last passage is concluding with the benediction. Now, what is that benediction? യേശു ആ സ്ത്രീയോട് പറയാ, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറയാ. The two words are important there. Number one is the faith and salvation. And also, another word is peace. So, മൂന്ന് വാക്കുകളോടെ ഉണ്ട്. ഒന്ന് the faith, salvation and peace. ഞങ്ങൾക്ക് വായിച്ചു വേണ്ട മനസ്സിലേക്ക് വന്നാൽ പറ്റുമല്ലോ. ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഇവരെല്ലാം ഈ സ്ത്രീയെ കുറ്റം വിധിക്കുന്ന ആളുകളാണ്. Nobody was there for her. She was outcast, rejected and broken. ഒരുപക്ഷെ ഈ ഭരണി ഉറച്ചതുപോലെ തന്നെ ഒരു ഉടഞ്ഞ ജീവിതമായിരുന്നു.
ഒട്ടും നിറമില്ലാത്ത, മണമില്ലാത്തൊരു ജീവിതം. സോ ഒരിക്കലും ഇങ്ങനെയുള്ള സദസ്സിലേക്ക് നേരെ കയറി വരാനുള്ള യാതൊരു യോഗ്യതയില്ലായിരുന്നു. ഷി കെയിം ടു ദ ബാക്ക് സ്റ്റാൻഡ്. പക്ഷേ ആ മീറ്റിംഗിൽ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായ സ്ത്രീ മാറി. കാരണം അവിടെ വിശ്വാസം വലുതായിരുന്നു. പക്ഷെ അവൾ ബിലീവ് ചെയ്ത് ഈ കർത്താവിന്റെ അടുക്കൽ പോയാൽ, കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാൽ എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നവൾ വിശ്വസിച്ചു. അത് അവക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അവിടെ പറഞ്ഞേ, എന്നാൽ ഇവിടെ ഈ വലിയ വിമർശിക്കുന്നവരുടെ എല്ലാം നടുവില് കർത്താവോട് പറയാ, സമാധാനത്തോടെ പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ ഇത് വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത എന്നാണെന്നറിയാമോ? എന്റെ മനസ്സിലേക്ക് വന്നത് റോമൻസ് ചാപ്റ്റർ 8 ആണ്. There is a beautiful verse in Romans chapter 8. Romans chapter 8 verse 33. Now what is that verse in Romans 8:33? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. That's a very beautiful verse. നോക്കിയേ, ഈ വലിയ ഗ്രൂപ്പിന്റെ നടുവിൽ ഈ സ്ത്രീ ഇങ്ങനെ നിൽക്കുക. എല്ലാവരും അവൾക്കെതിരാ, എല്ലാവരും അവളെ കുറ്റം വിധിക്കുന്നവരാ. ഒരാൾ പോലും അവൾക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരുപക്ഷെ ശിഷ്യന്മാരോ മറ്റാരെങ്കിലും കുറച്ചുപേര് മാറി നിന്നേക്കാം. പക്ഷെ യൂഷ്വലി അവിടെ ഉണ്ടായ യഹൂദന്മാരും ആ പരീശൻ സൈമണും അവന്റെ ഫ്രണ്ട്സും എല്ലാം ഈ സ്ത്രീക്കെതിരാ. എവരിബഡി ഈസ് മർമറിങ് അഗെയിൻസ്റ്റ്. യേശു പറയുന്നത് സമാധാനത്തോടെ പോക എന്നാണ് അവൾ പറയുന്നത്. ധൈര്യത്തോടെ പൊക്കോളാൻ പറഞ്ഞു, നിന്റെ കേസിന് പരിഹാരമായി. അതിന്റെ പൗലോസ് പറയുന്നത് നോക്കിയേ, പൗലോസ് പറയാ, ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തീയ ജീവിത യാത്ര ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോകുമ്പോ ഈ യാത്രയൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. നമ്മള് പ്രതീക്ഷിക്കുന്ന ആരും തന്നെ നമുക്ക് അനുകൂലമായി നിന്നെന്ന് വരത്തില്ല. ഒരുപാട് നിന്ന് പ്രയാസങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഇതിനകത്ത് കണ്ടേക്കാം. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾക്കെതിരെ ആളുകൾ പറഞ്ഞു വരുത്തിയെന്ന് വന്നേക്കാം. അതിലൊന്നും നാം കുലുങ്ങി പോകേണ്ട സാഹചര്യങ്ങളിലേക്ക് വന്നെന്ന് വന്നേക്കാം. നമ്മുടെ ബന്ധുക്കൾ നമ്മളെ വിമർശിച്ചേക്കാം. നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ നമുക്കെതിരായി ശബ്ദിച്ചെന്ന് വന്നേക്കാം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടെന്ന് വേറെ നമ്മോട് പറയുക. If Jesus is for us, നമ്മുടെ ഭാഗം കറക്റ്റ് ആണെങ്കിൽ, നമ്മുടെ ഭാഗം റൈറ്റ് ആണെങ്കിൽ, നമുക്ക് ഒരു ഫൊർഗീവ്നെസ് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മളെ കഴുകിയിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മളെ നീതീകരിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ കൃപ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ലോകം മുഴുവൻ നമ്മളെ കുറ്റം വിധിച്ചാലും, എല്ലാവരും പഴി പറഞ്ഞാലും, ആരെല്ലാം ഇട്ടിട്ട് പോയാലും, there is a benediction from Jesus. Now what is that? സമാധാനത്തോടെ പോകാം, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ധൈര്യത്തോടെ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധി മുഴങ്ങാലും അടക്കുമ്പോ, ജീവിതത്തിന്റെ തകർച്ചകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, കണ്ണുനീരോടെ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ ചിലപ്പോൾ ഇതുപോലൊരു വിസ്പർ കേട്ടെന്ന് വന്നേക്കാം, സമാധാനത്തോടെ പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു. എത്ര പേരോട് ചേർന്ന് രാത്രി കരമുയർത്തി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാറുണ്ട്. ചിലപ്പോൾ മന്ദമായ ഒരു സ്വരം, നിന്റെ സമാധാനത്തോടെ പോകാം, സമാധാനത്തോടെ പോകാം. കാരണം ചുറ്റുപാടുകളുടെ നടുവിൽ, വേദനിപ്പിക്കുന്ന വാക്കുകളുടെ നടുവിൽ, നിരാശപ്പെടുന്ന വാക്കുകളുടെ നടുവിൽ, സാധാരണ പോരാട്ടങ്ങളുടെ നടുവിൽ, അന്ധകാര ശക്തികളുടെ ശ്രമങ്ങളുടെ നടുവിൽ, ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രയാസവും തോന്നുമ്പോൾ, there is a sweet soft whisper. That whisper, സമാധാനത്തോടെ പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു. ലോകമെന്ന് മുഴുവൻ നമ്മളെ കുറ്റം വിധിച്ചാലും നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ, നമ്മുടെ ഭാഗം വിശുദ്ധമാണെങ്കിൽ, നാം നീതിയോടെയാണ് ദൈവത്തെ പിൻപറ്റുന്നെങ്കിൽ, നാം പരമാർത്ഥതയോടെയാണ് കർത്താവിനെ അന്വേഷിക്കുന്നതെങ്കിൽ, ചിലപ്പോൾ പാസ്റ്റ് തെറ്റുകളൊക്കെ പറ്റിയെന്ന് വന്നേക്കാം. അതെല്ലാം ക്ഷമിച്ച് നമ്മളെ നേരെയാക്കി കഴുകിയെടുത്ത് വെടിപ്പാക്കി നമുക്ക് വേണ്ടി വാദിച്ച് നമുക്ക് അനുകൂലമായി പിതാവിന്റെ സന്നിധി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് ഇന്ന് രാത്രിയിലുണ്ടെന്ന് മറന്നു പോകല്ലേ. അവൻ എത്ര മതിയായവനായ കർത്താവാ. ഒരു വാക്ക് പറഞ്ഞാൽ മാറാത്ത, വാക്തത്വങ്ങളിൽ വിശ്വസ്തനായ, വഴിയിലിട്ടിട്ട് പോകാത്ത, നമ്മുടെ സ്നേഹത്തെ കാണുന്ന, നമ്മുടെ സമർപ്പണത്തെ കാണുന്ന, നമ്മുടെ ചെറിയ ഫ്ലാസ്കിനെയും അതിലെ ചെറിയ ആ ഓയിലിനെയും, നമ്മുടെ കണ്ണുനീരിനെയും, നമ്മുടെ ആ ആർദ്രതയെയും, ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ സമർപ്പണം, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നങ്ങളൊക്കെ കാണുന്ന ഒരു സ്വർഗം മുകളിലുണ്ട്. തൽക്കാലത്തേക്ക് ഇവിടെ ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിന് മുമ്പിൽ അതൊക്കെ മറന്നിരുന്നേക്കാം. സാരമില്ല. ഫൈനൽ ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മളെ വിളിച്ചവനോടാണ് നമുക്ക് ഉത്തരവാദിത്തമുള്ളത്. അവനാണ് നമ്മുടെ നായകൻ, അവനാണ് നമ്മുടെ കർത്താവ്, അവനാണ് നമ്മുടെ യജമാനൻ, അവനാണ് നമ്മളെ വിളിച്ചു വേർതിരിച്ചത്, അവനാണ് നമ്മൾ ഓടിച്ചതും ഫൈനലിൽ നമ്മളെ സ്വീകരിക്കേണ്ടതും നമ്മളെ മാറോടി ചേർക്കേണ്ടതും. അവൻ തന്നെയാണ് നമ്മുടെ കർത്താവ്, അവൻ തന്നെയാണ് നമ്മുടെ കർത്താവ്. ഓക്കെടെ, ഞാൻ ആ പാടിയ പാട്ടത്തിന്റെ സ്വീൻ അറിയാമോ? എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒരിക്കൽ പാവാന്തക്കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും ഉയർത്തിയിന്നോളം എന്നെ തിരുകൃപയാൽ, ഉയർത്തിയിന്നോളം എന്നെ തിരുകൃപയാൽ ഉറപ്പുള്ള പാറയാകും ക്രിസ്തു യേശു. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. കഥാവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയതരുന്ന ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പാസേജ് നിങ്ങൾ പിന്നെയും വായിക്കുകയും മനോഹരമായ ധ്യാന ചിന്തകൾ ഇനി കർത്താവ് നിങ്ങൾക്ക് തരികയും ചെയ്യട്ടെന്ന് ഞാൻ
നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മോൾക്ക് വേണ്ടി മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപേക്ഷിക്കുന്നു. ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായ സൗഖ്യം പിന്നെയും കർത്താവ് തരേണ്ടതിന് ശുശ്രൂഷയുമായി കർത്താവ് ആഗ്രഹിക്കുന്നത് പിന്നെയും മുന്നോട്ട് പോകാതെ കൊണ്ട് ദൈവം സഹായിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററെ പ്രത്യേകം ഓർക്കുന്നു, കുടുംബത്തെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, നിങ്ങളുടെ സഭയെ ഓർക്കുന്നു, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷ് പാസ്റ്ററോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മഹത്വവും ആനപ്പുകക്ഷയും കർത്താവ് അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ധരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും.